പണ്ടേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, കുഞ്ചൻ നമ്പ്യാരും പറഞ്ഞിരുന്നു, ഒരിക്കൽ തുള്ളൽ കളിയിൽ പലതും പറയും, ഉള്ളിലലോക്യം വേണ്ടേ വേണ്ട. ഞാൻ ഒരു സ്ഥലത്തുനിന്ന് ഒരു വയത് പറഞ്ഞിരുന്നു, എന്ത് ഈ പുതിയാപ്പിളാര് വരാഞ്ഞിട്ട് നിക്കാഹി താമസിച്ചു എന്ന വകയിൽ പുതിയാപ്പിളാര് ആ താമസത്തിനെ പറ്റി പിയാപ്പിളുടെ ബാപ്പയും എത്തായിട്ട് ഉമ്മയും എത്തായിട്ട് ഒക്കെയുള്ള പ്രശ്നത്തിനെ പറ്റി വയത് പറഞ്ഞ് കോഴിക്കോടില്ലേ ഞങ്ങളെ കണ്ണൂർ ജില്ലയെന്നല്ല വയത് പറഞ്ഞ് സുബ്ഹാനല്ലാഹ് ഒരാഴ്ച കഴിഞ്ഞവരോടാണ് നിങ്ങളെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ താമസിച്ച ഒരാൾ തന്നെ. സുബ്ഹാനല്ലാഹ് ഞാനിതറിയോ, നമുക്കങ്ങനെ നോക്കിയിട്ട് പറയാനാവോ? നമ്മൾ അല്ലാഹുവിന്റെ ദീന് പറയുമ്പോ, ജനങ്ങളെ സംസ്കരിക്കാൻ വേണ്ടി തസ്കിയത്തിന് പറയുമ്പോ ഉള്ളതുള്ളതുപോലെ അങ്ങ് പറയാ. ഒരിക്കലും തന്നെ നിന്റെ അളിയൻ നിന്നെ വഞ്ചിച്ചതിന്റെ പേരിൽ ഭാര്യയെ പറഞ്ഞ് പീഡിപ്പിക്കരുത്, അവളെ ചീത്ത പറയരുത്, അവളെ വീട്ടിലേക്ക് തിരിച്ചേക്കരുത്, അവളോട് മുഖം കർപ്പിക്കരുത്. മറ്റൊരാൾ ചെയ്ത തെറ്റിന് വേറൊരാൾ ഉത്തരവാദിയാകൂല. ഖുർആനാണ്. ആങ്ങളെ ചെയ്ത തെറ്റിന് പെങ്ങൾ ഉത്തരവാദിയാണോ? സുഹൃത്തുക്കളെ, മകൻ തെറ്റ് ചെയ്താൽ ബാപ്പ ഉത്തരവാദിയാണോ? ബാപ്പ തെറ്റ് ചെയ്താൽ മകൻ ഉത്തരവാദിയാണോ? അല്ല. തസിറ വാസിറത്തും വിസിറ ഉഖ്റാ. തെറ്റ് ചെയ്ത ശരീരത്തിന്റെ തെറ്റ് അവരവര് തന്നെ പേറേണ്ടി വരും കേട്ടോ. സ്വന്തത്തിൽ ആരും തെറ്റ് ചെയ്യണ്ട. മറ്റുള്ളവരെ തെറ്റിൽ നിന്ന് മാറ്റിയെടുക്കാൻ നല്ല ഉപദേശം കൊടുത്താൽ പടച്ചവന്റെ അടുക്കൽ പ്രതിഫലമാണ് കേട്ടോ, കറാമത്താണ് കേട്ടോ. ഹാറൂൻ റഷീദ് രാജാവിന്റെ കാലത്തൊരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പതിവെന്താണ്? അദ്ദേഹം വഅദ് പറയുന്ന സമയത്ത് തുറന്നങ്ങനെ പറയും, നല്ല ഉപദേശം കൊടുക്കും, നല്ലത് കൽപ്പിക്കും, ചീത്ത വിരോധിക്കും. പക്ഷേ അത് രാജാവിന് പിടിച്ചില്ല. കാരണം ചിലപ്പം രാജാവിന് ഇഷ്ടപ്പെടാത്ത സംഗതിയും ചിലപ്പം വരും അതില്. അപ്പൊ രാജാവിന് പിടിച്ചില്ല. അങ്ങനെയാണല്ലോ, ഒരുത്തന് ഇഷ്ടപ്പെടാത്ത പറഞ്ഞാൽ പിന്നെ അവനോട് വെറുപ്പാവൂലേ? രാജാവ് നല്ല ആള് തന്നെയാണ്, പക്ഷേ അദ്ദേഹത്തിന്റെ ഭരണത്തിന് പ്രശ്നം വരുമോ എന്ന് പേടിച്ചിട്ട് അദ്ദേഹം ഈ ചെറുപ്പക്കാരനെ പിടിച്ചുകൊണ്ട് വന്ന് ഒരു റൂമിലിട്ട് വാതിലടച്ചു കളഞ്ഞു. വാതിൽ പൂട്ടി 5 ദിവസം കഴിഞ്ഞു, ഒന്നും കൊടുത്തിട്ടില്ല. ഈ ചെറുപ്പക്കാരൻ ഉള്ളതുപോലെ അംറു ബിൽ മഅറൂഫ് നഹ്യൻ അനിൽ മുൻകർ, നല്ല കാര്യം കൽപ്പിച്ചു, ചീത്ത വിരോധിച്ച് വേറൊന്നും ചെയ്തിട്ടില്ല. സുബ്ഹാനല്ലാഹ്. 5 ദിവസം കഴിഞ്ഞപ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു, രാജാവേ, നിങ്ങള് റൂം പിടിച്ചിട്ട് ഒരാളില്ലേ, അയാൾ അങ്ങ് തോട്ടത്തുനിന്ന് നല്ല സുഖമായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ റൂമിൽ പൂട്ടിയിട്ട് പൂട്ടാരും തുറന്നിട്ടില്ല, വാതിൽ തുറന്നിട്ടില്ല, ചുമര് പൊട്ടിയിട്ടില്ല, അയാളങ്ങനെ അവിടെ അതൊക്കെ പറഞ്ഞത് അയാൾ അവിടെ ഉണ്ട്. എന്നാ പിടിച്ചുകൊണ്ടുവന്നു വീണ്ടും കൊണ്ടുവന്നു. ബ്രിട്ടീഷുകാരന്റെ ജയിലിൽ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു കിടന്നു. എന്തിന്? വ്യഭിചരിച്ചിട്ടല്ല, കള്ളുടിച്ചിട്ടല്ല. ഞങ്ങളെ ഇന്ത്യ രാജ്യത്തിന് സ്വാതന്ത്ര്യം തരണം, നികുതി തരൂല, അല്ലെങ്കിൽ ഞങ്ങളോട് നികുതി ഇരിക്കുക, എന്താ അധികാരം? അത് പറഞ്ഞതിന്റെ പേരില ജയിലിൽ കിടന്നു. പക്ഷേ പാതിരാ സമയത്ത് ജയിലിന്റെ വാതിലിന് ഇടിച്ചു മുട്ടി. പോലീസുകാർ വന്ന് ചോദിച്ചു, എന്താ മുസ്ലിയാരെ? ചാവക്കാട് ജയിലില്ല. എന്താ മുസ്ലിയാരെ? ഞാൻ രാത്രി സമയത്ത് തഹജ്ജുദ് നിസ്കരിക്കും, എനിക്ക് ഒതു കൊടുക്കാൻ വെള്ളം വേണം. കൊണ്ടതരാം. അവർക്കും വലിയ ബഹുമാനം തോന്നി അദ്ദേഹത്തോട്. പോലീസുകാർ വെള്ളം കൊണ്ട് കൊടുത്തു, ഒതുവെടുത്തു. നിസ്കരിക്കാൻ നിന്നപ്പോ പോലീസുകാർ ഇപ്പുറത്ത് പൂട്ടിയിട്ട് പോയി. നേരം വെളുത്ത് വാതിൽ പോയി തുറന്നു നോക്കുമ്പോൾ ഉമർഖാദി ഉള്ളിലില്ല, റൂമിന്റെ ഉള്ളിലില്ല, ചാവക്കാട് ജയിലിലില്ല. മുപ്പരങ്ങ് എരമംഗലത്തും എന്റെ അടുത്ത് പള്ളിയിൽ നിന്ന് ദുആ നിസ്കരിക്കുന്ന പിന്നെ ആൾക്കാർ കണ്ടത്. സുഹൃത്തുക്കളെ, അതിനെ സംബന്ധിച്ച് പുത്തൻവാദിയായ CN അഹമ്മദ് മൗലവി ചരിത്രം പറഞ്ഞു, അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അതിന്റെ പേരാ കറാമത്ത് സാറേ. അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആ ഉമർ ഖാദിർ റളിയല്ലാഹു അൻഹു രക്ഷപ്പെട്ടത് കേരളം കണ്ട ചരിത്രമാണ്. മാനവർകൾ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി സത്യം പറഞ്ഞതല്ലേ, വേറൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. സുഹൃത്തുക്കളെ, ഹാറൂൻ റഷീദ് രാജാവ് പൂട്ടിയിട്ടങ്ങലെ തോട്ടത്തിൽ നിന്ന് സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് പറഞ്ഞു. പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞു, പിടിച്ചുകൊണ്ടുവന്നു. രാജാവിന്റെ കൊട്ടാരത്തിലെത്തിയപ്പോ ചോദിച്ചു, മൻ അഖ്റജക മിനൽ ബൈത്ത്, റൂമിൽ നിന്ന് നിന്നെ ആരാണോ പുറത്തു കൊണ്ടുപോയത്?
അല്ലദീ അദ്ഖലനിൽ ബുസ്താൻ, എന്നെ തോട്ടത്തിൽ കടത്തിയവൻ എന്നറിയാൾ. എന്നെ തോട്ടത്തിൽ കടത്തിയവൻ. വമൻ അദ്ഖലകൽ ബുസ്താൻ, നിന്നെ തോട്ടത്തിൽ ആരാ കടത്തിയത്? ഉടനെ തന്നെ അല്ലദീ അഖ്റജനി മിനൽ ബൈത്ത്, എന്നെ റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുപോയവൻ. നിന്നെ ആരാണോ റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുപോയത്? തോട്ടത്തിൽ കടത്തിയവൻ. തോട്ടത്തിൽ ആരാ കടത്തിയത്? റൂമിൽ നിന്ന് പുറത്തു കൊണ്ടുപോയവൻ. രാജാവിന് അത് അജീബുൻ, ഇത് ഭയങ്കര അത്ഭുതം തന്നെ. അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറയുന്നത് അയ്യു അംരി റബ്ബിക ലൈസ ബിഅജീബ്, നിങ്ങളുടെ റബ്ബിന്റെ ഏത് വിഷയമാണ് അത്ഭുതമല്ലാത്തത് രാജാവേ? അള്ളാന്റെ ഏത് വിഷയമാണ് അത്ഭുതമല്ലാത്തത്? ഉടനെ തന്നെ ഹാറൂൻ റഷീദ് രാജാവ് പറഞ്ഞു, അദ്ദേഹത്തിന് വലിയ സമ്മാനം കൊടുക്കാൻ ഓർഡർ ചെയ്തു. നല്ല ചെയ്ത് കൊണ്ടുപോകണം. അത് രാജാവ് കരഞ്ഞുപോയി. സുഹൃത്തുക്കളെ, കാര്യമായി പറയണമല്ലോ. അത് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വമാണ്. അത് ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോ ആക്രോശിക്കരുത്, അതുപോലെ തന്നെ ചീത്ത പറയരുത്, തെറി പറയരുത്. എവിടെയും ഏത് മഹല്ലത്തിലും മുസ്ലിമീങ്ങൾ അവർ മറ്റൊരു മതക്കാരോട് വർഗീയവാദികളാകരുത്. മുസ്ലിമീങ്ങൾ തമ്മിലോ സംഘടനയുടെ പേരിലോ കുടുംബത്തിന്റെ പേരിലോ തറവാട്ടിന്റെ പേരിലോ സദാ സാമ്പത്തികമായ ഇടപാടിന്റെ പേരിലോ വൈവാഹിക ബന്ധത്തിന്റെ പേരിലോ മുസ്ലിമീങ്ങൾ തമ്മിൽ തെറ്റിപ്പോവുകയും ചെയ്യരുത്. അങ്ങനെ ഐക്യത്തോടെ സന്തോഷത്തോടെ ഒരേ ഒരു ദീൻ, ഒരേ ഒരു നേതാവ്, ഒരേ ഒരു ഖുർആൻ, ഒരേ ഒരു ഖിബ്ല, എത്ര വലിയ മുതലാളിയുടെയും തൊട്ടടുത്ത് പാവപ്പെട്ട തൊഴിലാളി ചുമരി ചേർത്ത് നിന്നുകൊണ്ടുള്ള നിസ്കാരം, എത്ര വലിയ ആലിമിന്റെയും മുമ്പിൽ അദ്ദേഹത്തിന്റെ ഇൽമു പഠിക്കുന്ന ശിഷ്യൻ തൊട്ടടുത്ത് തോള് ചേർത്തുകൊണ്ടുള്ള നിസ്കാരം. ഓ സുഹൃത്തുക്കളെ, ഇത്രയും വലിയ ഐക്യം പഠിപ്പിച്ച ദീൻ, ഈ ദീനിന്റെ വക്താക്കൾ ആരാ പ്രസിഡന്റ് ആകേണ്ടത്, ആരാ സെക്രട്ടറി ആകേണ്ടത്, ആരാ ഖജാൻജി ആകേണ്ടത്, ആരാണ് ഭരിക്കേണ്ടത് എന്നതിന്റെ പേരിൽ ഭിന്നിച്ച് പള്ളികളിലും മദ്രസകളിലും സ്ഥാപനങ്ങളിലും ഒക്കെ ഭിന്നിച്ചു പോകുന്നത് കഷ്ടതയല്ലയോ? ഇന്നും നമ്മുടെ പ്രബുദ്ധ കേരളത്തിൽ പൂട്ടിക്കിടക്കുന്ന പള്ളികളില്ലയോ? അത് അമുസ്ലിമീങ്ങൾ പൂട്ടിച്ചതല്ല കേട്ടോ, മുസ്ലിമീങ്ങൾ തന്നെ പൂട്ടിച്ചതാണ്. നമ്മളുടെ ഖൽബിലേക്കാണ് അല്ലാഹുവിന്റെ നോട്ടം. അള്ളയാണ് നമ്മളെ ഭരിക്കുന്നവൻ. അവന്റെ വെള്ളം കുടിച്ചാ ജീവിക്കുന്നത്, അവന്റെ ഭക്ഷണം കഴിച്ചാ ജീവിക്കുന്നത്, അവന്റെ ഓക്സിജൻ ശ്വസിച്ചാ ജീവിക്കുന്നത്. അവന്റേതല്ലാതെ എന്റെ അടുക്കൽ ഒന്നുമില്ല, നിങ്ങളടുക്കലും ഒന്നുമില്ല. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. സർവ അധികാരവും ആ റബ്ബിന്റെ അടുക്കലാണ് കേട്ടോ. ആ റബ്ബ് തന്ന നിയമം, ആ നിയമം ഒരു മുസ്ലിം അംഗീകരിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഏത് യുക്തിവാദിക്കാൻ ഇവിടെ അധികാരം? ഏത് മതവിരോധിക്കാണ് അധികാരം? മുസ്ലിം വേറൊരാളെയും അടിച്ചേൽപ്പിക്കുന്നില്ല. അവൻ വിശ്വസിക്കുന്നു എന്റേതെല്ലാം എന്റെ റബ്ബിൽ നിന്നാണ്. ആ റബ്ബിനെ അനുസരിച്ച് ഞാൻ ജീവിക്കണം. സുബഹിക്ക് എനിക്ക് കിടന്നുറങ്ങിക്കൂടാ, എനിക്ക് റമദാനിന്റെ പകലിൽ ഭക്ഷണം കഴിച്ചുകൂടാ, എനിക്ക് സ്വർണത്തിന്റെ മോതിരം ധരിച്ചുകൂടാ, പട്ടിന്റെ വസ്ത്രം ധരിച്ചുകൂടാ, എന്റെ ഭാര്യയെ മാറുമറക്കാതെ തലമറക്കാതെ അങ്ങാടിയിലൂടെ നടത്തിക്കൂടാ. അതൊരു മുസ്ലിം ചിന്തിക്കണം. ഓ, ആണുങ്ങളെ പോലെ പെണ്ണുങ്ങൾ. സുബ്ഹാനല്ലാഹ്. ഒരു സ്ഥലത്ത് പച്ചക്കറി പീടിയെ പോയി, പച്ചക്കറി കടയിൽ പോയിട്ട് 2 കിലോ മുരിങ്ങാക്കായ, ഇവിടെ എന്താ പറയാ മുരിങ്ങാക്കായ, ചില സ്ഥലത്ത് മുരിങ്ങ പാളുന്നു. അപ്പൊ ഈ മുരിങ്ങാക്കായ അത് 2 കിലോ. ഈ കടക്കാരൻ എന്ത് ചെയ്യുന്നറിയോ? ഒരു ചെറിയ കടലാസ് എടുത്തിട്ട് ഈ മുരിങ്ങാക്കായ ഒന്നിങ്ങോട്ട് പൊതിഞ്ഞ് മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മാത്രം ഔറത്ത്, അതായത് മദ്യത്തിൽ മാത്രം പൊതിഞ്ഞിട്ട് 2 തലയും പുറത്ത്, മുട്ടുപൊക്കലിനിടയിലുള്ള സ്ഥലം മാത്രം മറിച്ചിട്ട് അങ്ങോട്ട് തൂക്കിയിട്ട് അതും വാങ്ങി ഇവൻ പോന്നു. അതിങ്ങനെ പോരുമ്പോ അപ്പുറത്ത് വേറൊരാൾ ജ്വല്ലറി കയറി
ജ്വല്ലറി കയറിയിട്ട് പൊന്നു വാങ്ങി. പൊന്നു വാങ്ങിയപ്പോ ആ പൊന്നു കൊടുത്തത് ഇങ്ങനെ മുട്ടുപൊക്കളുടെ ഇടയിൽ മറച്ചിട്ടല്ല, പിന്നെ അൽമറത്തു ഔറത്തുനും പൂർണ്ണമായി മറച്ചിട്ടാ. പൊന്ന് നല്ല ഒരു കടലാസ് കൊണ്ട് പൊതിഞ്ഞ്, പിന്നെ അതൊരു പെട്ടിയിലിട്ട്, പിന്നെ അതൊരു സഞ്ചിയിലിട്ട്, പിന്നെ ഒന്നിട്ട് എല്ലാം കൂടി. അപ്പൊ ഒരുത്തൻ പറയാ, കണ്ടോ ഈ പൊന്നിനൊരു പർദ്ദ നിയമം മുരിങ്ങാക്കായ്ക്കില്ല. മുരിങ്ങാക്കായ്ക്ക് പർദ്ദയില്ല, അത് മുട്ടുപൊക്കളുടെ ഇടയിൽ മറച്ചിട്ട്. പൊന്നിന് സ്വാതന്ത്ര്യമില്ല, പൊന്നിങ്ങനെ ഒട്ടാകെ എന്തെല്ലാം പൊതിയലാ പൊന്നത്. അത് പൊന്നായതുകൊണ്ടാ, ഇത് മുരിങ്ങാക്കായ. മനസ്സിലായില്ലേ? ഈ താടിയും ഈ മീശൊക്കെ ഇവനിങ്ങനെ പൊതിഞ്ഞിട്ടില്ലേ, എന്ത് കുഴപ്പ വരാൻ ഇവിടെ. അതേ സമയത്ത് പൊന്നങ്ങനെയല്ല. ഇസ്ലാം സ്ത്രീകളെ ബഹുമാനിച്ചതാണ്. ഇസ്ലാം സ്ത്രീകൾക്ക് മഹത്വം നൽകിയതാണ്. അവരെ കാണുന്നവർക്ക് തട്ടിക്കൊണ്ടുപോകാൻ അവസരം കൊടുത്തൂടാ. മുരിങ്ങാക്കായാണെങ്കിൽ അങ്ങനെ ആരും തട്ടിക്കൊണ്ടുപോകില്ല. പൊന്നാകുമ്പോ അതേ നിലക്ക് തന്നെ സൂക്ഷിച്ചു പോയിക്കോളണം. ഓ ഉമ്മമാരെ, ഇസ്ലാം നിങ്ങൾക്ക് തന്ന ഈ ബഹുമാനം വലിച്ചെറിയണോ? അത് ഉൾക്കൊണ്ട് ജീവിക്കുകയല്ലേ വേണ്ടത്. അതാ പറഞ്ഞത്, ഇദാ ഖറജത് ഇസ്തസ്റഫഹ ശൈത്താൻ. ശൈത്താൻ വിളിക്ക് കൊണ്ടുവരും. അനാവശ്യത്തിന് പെണ്ണിറങ്ങാൻ പാടില്ല. ഇസ്ലാമിക ശരീഅത്താണ്. അതേ സമയത്ത് അവരെ ഭർത്താവിന്റെ മുന്നിലേക്ക് പോകുമ്പോ നിങ്ങൾ നല്ല ഭംഗിയുള്ള നല്ല ബനിയൻ ക്ലോത്ത് തന്നെ ധരിച്ചോ. തല മറക്കണമെന്നില്ല. നല്ല അത്തറ് പൂശിക്കോ, നല്ല പൗഡർ ഇട്ടോ, ഏറ്റവും നല്ല വസ്ത്രവും ധരിച്ച് ഭർത്താവിന്റെ വീട്ടിലെ റൂമിലേക്ക് പോകുന്ന സ്ത്രീ അല്ലാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലമുള്ള പെണ്ണാണ് കേട്ടോ. അതേ സമയത്ത് അടുക്കളയിൽ നിന്ന് അതാ മുഷിഞ്ഞ് ഒട്ടാകെ കരിവരണ്ട കുപ്പായവും തുണിയും ഉടുത്തിട്ട് ഭർത്താവിന്റെ റൂമിന്റെ ഉള്ളിലേക്ക് കിടക്കാൻ പോകുന്ന പെണ്ണ് അല്ലാഹുവിന്റെ അടുക്കൽ കുറ്റക്കാരിയാണ് കേട്ടോ. അന്തസ്സോടെ തറവാടിത്തത്തോടെ ജീവിക്കണം സ്ത്രീകൾ. എന്റെ ശരീരം മറ്റുള്ളവർക്ക് കാണാനുള്ളതല്ല. എന്റെ